ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സിസും കുടുംബവും ചേർന്നാണ്. പ്രിയ സിസിൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മൂത്ത 2 മക്കളുടെയും വിവാഹത്തിന് വേണ്ടിയാണ്. പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. മൂത്ത മകന് 28 വയസ്സാകുന്നു, രണ്ടാമത്തെ മകൻ 26 വയസ്സാകുന്നു. രണ്ടുപേരും ഉയർന്ന നിലയിൽ ജോലിയോടുകൂടി ആയിരിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി അവർ വഴികളെ തുറക്കേണ്ടതിനായിട്ടും നാട്ടിൽ കോട്ടയത്ത് തന്നെ ഭവനത്തിൻ്റെ പണി നടക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറി വേഗത്തിൽ ആ ഭവനത്തിൻ്റെ പണി കഴിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഒരത്ഭുത വിടുതൽ ഈ സഹോദരിക്കും കുടുംബത്തിനും വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവം ഇത്രത്തോളം ഇവരെ സഹായിച്ചു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇങ്ങനെയൊന്ന് വിശ്വസിക്കുന്നു. എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഇന്നൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആഴമായിട്ട് വിശ്വാസത്തോടുകൂടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ എൻ്റെ കർത്താവ് ഈ കുടുംബത്തിന് വേണ്ടിയും 2 തലമുറകൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ ഫേവർ, ദൈവത്തിൻ്റെ ആ പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി എൻ്റെ കൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രിയ സിസ്റ്റനായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ 2 പേരെയും വിവാഹത്തിൻ്റെ വഴികളങ്ങ് തുറക്കണമേ അപ്പ. സ്വർഗ്ഗം ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. 2026 തീരുന്നതിന് മുമ്പേ മൂത്ത മകൻ്റെ വിവാഹത്തിൻ്റെ വാതിലങ്ങ് തുറന്നതിനായി നന്ദി. ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവെ തിരുരക്തത്തിൽ ഏൽപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഞാൻ ഇളയ മകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. 3 മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവെ, അതേ നിലയിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സിസ്റ്ററിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇവർ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഹസ്ബൻഡ് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവെ, ഇവർ വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് പോകേണ്ടതിനായിട്ടും അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, നാട്ടിലെ ഭവനത്തിൻ്റെ പണി എല്ലാ എതിരുകളും മാറി ഹല്ലേലൂയ കർത്താവ് വേഗത്തിൽ ചന്തോചിതമായി ഏറ്റവും മനോഹരമായി അത് പണി തീർക്കാൻ പോകുന്നതിനായി നന്ദി. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളത് സമർപ്പിക്കുന്നപ്പ. ഇതൊരു വലിയ അത്ഭുതമാക്കണമേ, ഇതൊരു അതിശയമാക്കണമേ അപ്പ. ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ആശ്രയിക്കുന്നവനെ കൈവിടാത്ത ആ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു അത്ഭുതമായി സുവിശേഷത്തിന് വേണ്ടി ഇവർ കരം നീട്ടുമ്പോൾ കടക്കാരനല്ലാത്ത ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്ന. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ തിരുവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് അവകാശം പറയാൻ പറ്റും. നന്മകൾ നിന്റെ അടുക്കലേക്ക് തിരിയാൻ പോവുകയാണ്, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പുതിയ നിയമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വചനമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, യേശു വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ്. ഈ തലത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് എനിക്കൊരു പദം ഉറപ്പിച്ച് പറയാനുണ്ട്. നിങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങിയവരാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ നോക്കരുത്, വചനത്തിനകത്ത് നിങ്ങൾ ഉറച്ചോ. ഇതാ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ വഴിയിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാത്തിരിക്കുന്ന ഒരുത്തിനും നശിച്ചു പോകത്തില്ലെന്നും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ളതും വചനത്തിൻ്റെ അടിസ്ഥാനമാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു,
അവനെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അതേ നിലയിൽ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ റോമാലേഖനം 10-11 വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഒന്ന്, കാത്തിരിക്കുന്നവൻ ലജ്ജിക്കത്തില്ല; രണ്ട്, വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല; മൂന്നാമത്തത് സങ്കീർത്തനക്കാരൻ 34 പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. അപ്പോൾ കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ച ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, ഞാൻ ലജ്ജിക്കത്തില്ല. ഈ മാർഗം ലജ്ജിക്കുന്ന മാർഗമല്ല. അങ്ങനെയുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാനായിട്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്തിപ്പിടിക്കാൻ തക്കവണ്ണം ഇതാ ചിലവരെ മേളിലേക്ക് ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാഴം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. വിശ്വാസത്താൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം, എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ നിലയിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ടൊരു വഴിയില്ലെന്ന് പറയുന്ന ചിലവർക്ക് വേണ്ടി ഈ വചനം വഴിയെ തുറക്കാൻ പോവുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 3-8 വാക്യം പറയുന്നു, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ വചനം നിന്റെ വാതിലെ തുറക്കുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പോടെ വിശ്വസിക്കുന്നതിന് വേണ്ടി തുറക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. വാലല്ല തല തന്നെ ആയിത്തീരുമെന്ന് പറഞ്ഞ ദൈവവചനത്തിൻ്റെ ശക്തി ഇതാ ചിലവരുടെ മേളിലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ആഴമായി പ്രാർത്ഥിക്കുന്നതിനോട് പൗലോസ് വചനത്തിനകത്തൊരു ആഴം പറഞ്ഞു. എഫെസ്യ ലേഖനം 6 പിശാചിൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കഴിവല്ല, ദൈവം തരുന്ന ആ സർവായുധ വർഗം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ളത് പ്രാപിച്ചുകൊണ്ട് ശത്രുവിനെ എതിർത്താൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ പോകുകയാണ്. അപ്പോൾ ഈ സർവായുധ വർഗം എന്ന് പറയുന്നത് 6 കാര്യങ്ങളാണ്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ നീതിയോ അല്ല, അത് യേശുവിൽ നിന്ന് വെളിപ്പെട്ടതാണ്. അതിനകത്ത് 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ ശരീരത്തിൽ മുറുക്കുന്നതാണ്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നതാണ്. രക്ഷ എന്ന ശിരസ്ത്രം, സമാധാനം എന്ന സുവിശേഷത്തിന് ചെരുപ്പിട്ട് മുറുക്കി, ഇങ്ങനെ 4 കാര്യങ്ങൾ വ്യക്തമായി അവരുടെ ശരീരത്തിൽ ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. വിശ്വാസം എന്ന പരിചയം, വചനം എന്ന വാളും. ഒരു ഭക്തൻ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയെന്ന് താൻ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയും, അവൻ്റെ വിശ്വാസം ചലിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ റോമാലേഖനം 10-17 വാക്യം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരികയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ നോക്കി അടഞ്ഞെന്നും തീർന്നെന്നും പറഞ്ഞാലും, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സങ്കീർത്തനം 3-2 വാക്യം പറയുന്നു, എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു, അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല. എന്നാൽ 3 വാക്യം പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം എൻ്റെ പരിചയമാണെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം എൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ തല ഉയർത്തുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതാ ചലിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ മുമ്പോട്ട് പോകുന്നതിനകത്ത് വിശ്വാസം എന്ന പരിച വ്യക്തമായി എടുക്കണം. കാരണം നിങ്ങൾക്ക് വിരോധമായി വരുന്ന തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പരിച ചലിക്കുകയാണ്. അതേ നിലയിൽ തന്നെ ശത്രുവിൻ്റെ തടസ്സങ്ങളെ വെട്ടുവാൻ തക്കവണ്ണം, ഒന്നുകൂടെന്ന് പറഞ്ഞാൽ തടസ്സങ്ങളെ വെട്ടി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം വചനം എന്ന വാള്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് യേശയ്യാവ് 54-17 വാക്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ആത്മാവിൽ സ്വീകരിക്കുക. വിരോധങ്ങളിലായി ചലിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ ഇപ്പോൾ ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ചില വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്, ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഈ ജനത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി, ഒരു ഭയങ്കര ദൈവത്തിൻ്റെ കരം ചിലവരെ മേളിലേക്ക് ഇപ്പോൾ റിലീസാകുന്നത് എനിക്ക് കാണാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവശബ്ദം ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ നടുവിൽ ചലിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1 വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2 വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഭൂമിയിൽ 3 തിന്മകൾ വാണുകൊണ്ടിരുന്നു എന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന, ഇരുട്ടാക്കുന്ന അനുഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇന്നും അത് അനേക കുടുംബങ്ങളിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തലമുറ പാഴായി, അവരുടെ ജീവിതം പാഴായതുപോലെ, അവരുടെ സമ്പത്ത് ഹോസ്പിറ്റലിൽ ശൂന്യമാക്കപ്പെട്ടതുപോലെ ഒരു തലവേദന വന്നതാണ്. അതേ തുടർന്ന് ഇപ്പോൾ അത് വലിയ രോഗത്തിൻ്റെ ലക്ഷണമായി എല്ലാം ശൂന്യമാക്കപ്പെട്ടതുപോലെ, വസ്തുവും വീടും വിറ്റ്
ചികിത്സിച്ചിട്ടും ഒന്നും കിട്ടാത്ത അനുഭവത്തിൽ ഇന്ന് ചിലവരെന്നെ കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചിലവരെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. അടുത്ത പദം പറയുകയാണ്, ഇരുള് ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക. എൻ്റെ കൂടെ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തൊരു മേഘം ഇറങ്ങുന്നത് പോലെ ഇതാ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ സാന്നിധ്യത്തെ നമുക്ക് തൊടാൻ കഴിയും, സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അത് മഹത്വമായി വെളിപ്പെട്ടാൽ നിന്റെ കണ്ണുകൾക്ക് ദൂതന്മാർ വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. നിന്റെ കണ്ണുകൾക്ക് മുൾപ്പടർപ്പിൽ തീ കത്തി നിൽക്കുന്നത് കാണാം. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ ജീവിതം തിരിയുകയാണ്, ചിലവരെ ജീവിതത്തിനകത്തും മഹത്വം ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാ കർത്താവ് അറിയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ ചെയ്തതുപോലെ ഇതാ നിങ്ങൾക്ക് വിശ്വാസത്തിൽ അടുത്ത നിലകളിലേക്ക് പോകാൻ കഴിയും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവെ, ഇരുട്ടായ അനുഭവങ്ങളിൽ നിന്ന്, ശൂന്യമായ അനുഭവങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, ഇതാ പാഴായ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആ ഭൂമിയെ ഏതൻ പറുദീസയാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത്, ആ ദൈവശബ്ദം വെളിച്ചമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ സൃഷ്ടിപ്പുകൾ ആരംഭിക്കുകയാണ്. 6ാമത്തെ ദിവസം ഇതാ ഭൂമി ഒരു ഏതൻ പറുദീസയായി തീരുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്തും ശൂന്യതകളെ, പാഴായ അനുഭവത്തിൽ, ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് കർത്താവിന് അതിമനോഹരമായ ഒരു അത്ഭുത സാക്ഷ്യമാക്കി തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഇതാ ഈ ജനത്തിൻ്റെ മേളിൽ അസാധാരണമായ ചലനങ്ങൾ നടക്കുകയാണ്, ഇവരുടെ മേളിൽ അസാധാരണ വിടുതലുകൾ സംഭവിക്കുകയാണ്. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില മലകളെ നീക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പുത്തൻ പാതകളെ തുറക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇന്ന് നമ്മളൊരു ചെറിയ ചിന്ത വീണ്ടും ചിന്തിക്കുകയാണ്. അറിയാം, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമ്മോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത കാലം ഇതാ എന്നോട് അടുത്തു വന്നിരിക്കുകയാണ്. വിശ്വാസത്തിൽ നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. എന്നെ കേൾക്കുന്നവരെ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ, ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ വാഗ്ദത്ത കാലം അടുത്തു എന്നുള്ളത് അടിവരയിടാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇതാ എന്നോട് അടുക്കുന്ന സമയമാണിത്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട ദൂതുകൾ അത് നിന്നോട് അടുക്കാൻ പോവുകയാണ്, നിന്നോട് അടുക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞോ, ഇത് വാഗ്ദത്തം അടുക്കുന്ന മാസമാണ്, ഇത് വാഗ്ദത്തം വെളിപ്പെടുന്ന മാസമാണ്, ഇതൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാണ്. ഞാൻ അങ്ങനെ തന്നെ ഇന്ന് എന്നെ കാണുന്നവരെ നോക്കി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സമയത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്. കർത്താവ് നിന്നോട് പറഞ്ഞതൊന്നും മാറത്തില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ഫോഷ്ക്ക് പറയുന്നവനല്ല, അവൻ പറഞ്ഞതിനെ നിവർത്തീകരിക്കുന്നവനാണ്. ഈ സത്യവചനം നിവർത്തീകരിക്കുന്നതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. നീ കണ്ടത്, നീ കേട്ടത് ചിലത് നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് വാക്കു മാറാതെ നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെട്ട് വരാൻ പോയി. അപ്പോൾ ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്ത വാഗ്ദത്ത കാലം അടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, അപ്പോൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ഏറ്റവും ആഴമെന്ന് പറയുന്നത് എന്നോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോൾ, പറഞ്ഞ വാഗ്ദത്തങ്ങൾ അടുക്കുമ്പോൾ മിനിമം ഒരു 6 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ചിലവർ ഇതിനകത്ത് ബലപ്പെട്ടുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വാഗ്ദത്തം നടക്കാൻ പോകുന്നു, വാഗ്ദത്തം അടുത്തു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഴമായി ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയാണ്, കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. 126-ാം സങ്കീർത്തനമാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റും. കണ്ണുനീരിൻ്റെ സീസണുകൾ മാറി ഇതാ ഒരു കൊയ്ത്തിലേക്ക് നീ വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു കൊയ്ത്തിലേക്ക് ജനം വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ തരത്തിലെന്ന് വാദിക്കുന്ന ചില യോർദാനുകളുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, കൊയ്ത്ത് എപ്പോൾ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വരുമോ അപ്പോഴെല്ലാം യോർദാൻ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കൊയ്ത്താണ് നിങ്ങളുടെ വാഗ്ദത്തം. നിങ്ങൾ കേട്ട ചില നന്മകളെ നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ആ നന്മകൾ വരുമെന്ന് മനസ്സിലാകുമ്പോൾ ചില യോർദാനുകൾ വിരോധമായി ചലിക്കാൻ തുടങ്ങും. ഇന്നുവരെയും കാണാത്ത എതിർപ്പുകൾ ചലിക്കുന്നു, ഇന്നുവരെയും കാണാത്ത വിരോധങ്ങൾ വരുന്നു എന്ന് മനസ്സിലായാൽ എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മാവിൽ ആരാധിക്കണം. ആ അഭിഷേകത്തിൽ ആ യോർദാനെ ഒന്ന് ചവിട്ടാമെങ്കിൽ അത് രണ്ടാകുന്നത് കാണാൻ പറ്റും. ആത്മാവിൽ സ്വീകരിച്ചോ. വാഗ്ദത്തം അടുക്കുമ്പോൾ ചില യോർദാനുകൾ കരകവിയുന്നത് കാണാം. ആ എതിരുകളുടെ നടുവിൽ തളരാതെ അഭിഷേകത്തിലൊന്ന് ചലിച്ചാൽ ഇപ്പോൾ ചില വഴികൾ ചിലവരുടെ മുമ്പിൽ തുറന്നു വരിക. എന്നെ കേൾക്കുന്ന ചിലവരുടെ മുമ്പിൽ അസാധാരണമായത് എന്തോ ഒന്ന് ചലിക്കാൻ പോകുന്നു. അപ്പോൾ ഒന്നാമത്തത്, വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ ചില യോർദാനുകൾ വിരോധമാകും. പക്ഷെ നീ കൊയ്ത്തിന് വേണ്ടി എഴുന്നേറ്റ ആളാണ്. നിന്റെ വിഷയത്തിനകത്ത് ദൈവം കൊയ്ത്തിന് തരും. നീ കണ്ണുനീരോടെ വിതച്ചവനാണെങ്കിൽ നീ ആ കൊയ്ത്ത് കാണുമെന്നുള്ള ഉറപ്പിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത്തത്, നമ്മൾ ഈ അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തമാണല്ലോ. അബ്രഹാമിനോട് ദൈവം പറയുന്ന വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. നമുക്കൊന്ന് വേഗത്തിൽ അത് വായിക്കാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. 14-ാമത്തെ വാക്യം, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. ഇത് ആ വാഗ്ദത്ത കാലമാകുകയാണ്. ജനം വർദ്ധിക്കുന്നു, കഷ്ടത വർദ്ധിക്കുന്ന ആ അനുഭവത്തിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, ഞാൻ അവരെ സമ്പത്തോടുകൂടെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിൻ്റെ ആഴം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ്. അതിനകത്തോട്ട് നമ്മൾ വരുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. 8-ാമത്തെ വാക്യം തുടങ്ങിയാണ് നമ്മൾ ഈ വാഗ്ദത്തത്തെക്കുറിച്ചുള്ള അടുത്ത ചിന്തകൾ വരുന്നത്. ഇതാ മിസ്രൈമിൽ അടുത്തൊരു രാജാവ്, അടുത്തൊരു ഫറവോൻ വരികയാണ്. ഫറവോന് ഇന്നലകളിൽ നന്മയിലേക്ക് മിസ്രൈമിനെ നടത്തിയ യോസെഫിനെ അവൻ അറിയത്തില്ല, അവൻ മറന്നുപോയി. എന്നാൽ പുതിയ രാജാവായ ഫറവോൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഞെരുക്കുവാനായിട്ട് എഴുന്നേറ്റ് വരികയാണ്. ആ തലത്തിൽ രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്നു. നീ ഇന്നലകളിൽ ഉപകാരം ചെയ്തവർ നിന്നെ മറക്കുന്ന ചില സീസണുകൾ വരും. അന്നേരം തിരിച്ചറിഞ്ഞോ, നിന്റെ വാഗ്ദത്ത കാലം അടുത്തു എന്നുള്ളത്. നിങ്ങളൊന്ന് യോസെഫിൻ്റെ ജീവിതം നോക്കിയേ. യോസെഫ് ദർശനം കണ്ട് തൻ്റെ അപ്പനോട് സഹോദരന്മാരോടും പറയുമ്പോൾ യോസെഫിനെ അവർ പൊട്ടക്കണത്തിലിട്ടു. അവിടുന്ന് ഇതാ അടിമച്ചന്തയിലേക്ക് അവൻ വിൽക്കപ്പെടുകയാണ്. അവിടുന്ന് പൊത്തീഫർ അവനെ കൊണ്ടുപോകുന്നു. പൊത്തീഫറിൻ്റെ വീട്ടിൽ അവൻ മുഖാന്തരം വന്ന അനുഗ്രഹത്തെ പൊത്തീഫർ മറന്നു. ഇതാ പൊത്തീഫർ മുഖാന്തരം അവൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നു. ഇതാ കാരാഗ്രഹത്തിൽ അവൻ അപ്പക്കാരനെയും പാനപാത്രവാഹനെയും കാണുന്നു. അവൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിനകത്ത് വ്യക്തമായ തെളിവുകൾ വരുന്നു. പക്ഷേ ഇതാ പാനപാത്രവാഹനം അവരെ മറന്നു കളയുകയാണ്. ഇതാ മനുഷ്യൻ മറക്കുമ്പോൾ യോസെഫിന് വേണ്ടി ഇതാ ദൈവം രാജാവിനെ തട്ടി വിളിക്കുകയാണ്. ഇതാ പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി അവൻ കൊണ്ട്രയിൽ നിറങ്ങി രാജ്യത്തിൻ്റെ 2-ാമത്തെ സ്ഥാനത്തേക്ക് വരികയാണ്. വിശ്വാസത്തിൽ യോസെഫിൻ്റെ ജീവിതം ചെക്ക് ചെയ്താൽ ആരൊക്കെ തന്നെ മറക്കുവോ അവിടെ എല്ലാം തൻ്റെ ഉയർച്ചകൾ സംഭവിച്ചതായി കാണുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഇപ്പോൾ തന്നെ ചിലവർ മറന്നത് നന്നായി എന്ന് പറയാൻ തക്കവണ്ണം ചിലവരുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ നോക്കി ദാവീദിൻ്റെ കാര്യം വ്യക്തമായി പറയുകയാണ്. വീട്ടിൽ ഇശായിക്ക് 8 മക്കളാണുള്ളത്. ഇതാ ശമൂവേലിലൂടെ ദൈവം പറയുന്നു, ഞാൻ ഇസ്രായേലിൻ്റെ രാജാവിനെ ഇശായിയുടെ ഭവനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇതാ ശമൂവേൽ വന്നു. ഇശായി ചിന്തിച്ചത് മൂത്ത 7 മക്കളാണെന്ന്. മൂത്ത 7 മക്കളെയും നിരയായി നിർത്തി ആ വീട്ടിൽ ഇതാ അഭിഷേക തൈലത്തിൻ്റെ വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്. വീട്ടിലൊരു വലിയ ആഘോഷം നടക്കുന്നു. പക്ഷേ 7 മക്കളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് ശമൂവേലിനോട് ദൈവം പറയുമ്പോൾ ഇശായിയോട് ശമൂവേൽ ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് മക്കൾ വല്ലവരും ഉണ്ടോ? അറിയാം, നിൻ്റെ എല്ലാ മക്കളും ആയോ എന്ന് ചോദിക്കുമ്പോൾ ശമൂവേൽ തല ചൊറിയുന്നത് പോലെ അറിയാം, ഒരുത്തനുണ്ട്, അവൻ കാട്ടില്ല, അവനിതൊന്നും അറിഞ്ഞിട്ടില്ല, അവനെ ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല, അവനെ ഞങ്ങൾ മറന്നതുപോലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് ഇളയ മക്കൾ അപ്പന്മാരോട് കൂടെയാണ് ആയിരിക്കേണ്ടത്. അപ്പൻ ഇഷ്ടസന്തതിയായിട്ടായിരിക്കും. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു വിരോധം ചലിക്കുന്നു. തൻ്റെ സഹോദരന്മാരും തൻ്റെ അപ്പനും തന്നെ മറന്ന് ജീവിക്കുകയാണ്. പക്ഷേ ഇതാ ദൈവം ശമൂവേലിനോട് പറയുകയാണ്, അവനെ ആളയച്ച് വരുത്തുവൻ, അവൻ വന്നിട്ടല്ലാതെ നമ്മൾ ആഘോഷത്തിന് ഇരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നെ കരയിച്ച വിഷയം, കാട്ടിൽ നിന്ന് ആ കൊടുങ്കാറ്റിൽ നിന്ന് ദാവീദിനെ ആളയച്ച് വരുത്തുമ്പോൾ ആ വീടിൻ്റെ ആ പ്രധാന സ്ഥലത്തോട്ട് വരുമ്പോൾ ദാവീദ് നോക്കുമ്പോൾ ഭയങ്കരമായ ആഘോഷം നടക്കുന്നു. ദാവീദിനൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ
ദാവീദിന്റെ ഉള്ളം കലങ്ങി കാണാം കേട്ടോ. ഈ അപ്പനോ ഈ സഹോദരങ്ങളോ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ. ആരെല്ലാം നിന്നെ മറന്നെന്ന് തോന്നിയോ അപ്പോൾ നിന്റെ അഭിഷേകത്തിന്റെ സമയമായി, നിന്നെ രാജാവാക്കാനുള്ള അഭിഷേകം ചെയ്യാനുള്ള സമയമായി എന്ന് തിരിച്ചറിയണം. ദൈവം നിനക്ക് വേണ്ടി എന്തോ ഒരു വലിയ വലിപ്പം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതുവരെ എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. അങ്ങനെ 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഹല്ലേലൂയ ദാവീദിനെ വിളിച്ചു വരുത്തിയാണ്. വിളിച്ചു വരുത്തിക്കൊണ്ട് 12-ാമത്തെ വാക്യത്തിനകത്ത് ഹല്ലേലൂയ എല്ലാവരും കാണുകയെ അറിയാം, ഇതാ ശമൂവേല് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്യാണ്. 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അനേകർ മറന്നതും നന്നായെന്ന് പറയാൻ തക്കവണ്ണം ഇതാ നിന്റെ മേളിൽ ഒരു അഭിഷേക തൈലം ഒഴുകുകയാണ് ഈ മിനിറ്റിൽ. അതേ നിലയിൽ തന്നെ എസ്തേറിന്റെ പുസ്തകം ശ്രദ്ധിച്ചാൽ 6-ാം അധ്യായത്തിൽ മറന്ന മൊർദെഖായി, അഹശ്വേരോശ് രാജാവിന് വേണ്ടി മൊർദെഖായി ചെയ്ത ആ വലിയ ആ നന്മയെ ആ രാജാവ് മറന്നെങ്കിലും ആ രാത്രിയിൽ ദൈവം ഉറക്കം കെടുത്തിക്കൊണ്ട് ഇതാ എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നിന്ന് അറിയാം രാജാവിന് ഉറക്കം വരാതെ വന്നപ്പോൾ 6-ാം അധ്യായത്തിനകത്ത് ഇതാ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് മൊർദെഖായി രാജാവിന് വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ ഓർപ്പിക്കാൻ തക്കവണ്ണം ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മറന്നുപോയ ചിലവരെ ദൈവം തട്ടി ഉണർത്തിക്കൊണ്ട്, രാജാക്കന്മാരെ തട്ടി ഉണർത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് തിരിവുകളെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. അപ്പോൾ 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നതും, നീ വിശ്വസിച്ച ചിലവർ നിന്നെ മറന്നു എന്ന് തിരിച്ചറിയുമ്പോൾ വിശ്വസിച്ചോ, നിന്റെ വാഗ്ദത്ത കാലമാണിത്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 3-ാമത്തത് ആഴമായി ശ്രദ്ധിച്ചോ, ഇതാ ഫറവോൻ ഇസ്രായേൽ ജനത്തെ ഞെരുക്കുകയാണ്, വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ്, വല്ലാതെ അടിമ വില ചെയ്യിപ്പിക്കുകയാണ്. ആത്മാവിൽ സ്വീകരിച്ചോ, ഞെരുക്കം നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, കഷ്ടപ്പാടിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ഇതാ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എലീശായോട് പറയാണ്, ഞാനും എൻ്റെ വീടും കടത്തിലാണ് നിൽക്കുന്നത്, എൻ്റെ മക്കളെ ഇതാ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നു. എന്നാൽ ഒരു ഭരണി എണ്ണയുമായി അവൾ പ്രാർത്ഥനാ മുറിയിൽ കയറി അവളുടെ കടം മാറുന്ന രീതിയിൽ അവളുടെ വാഗ്ദത്തം ഇതാ വെളിപ്പെട്ട് വരികയാണ്. വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ, നിന്റെ ഞെരുക്കം മാറുന്ന രീതിയിൽ ദൈവം എണ്ണയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ നന്മകൾ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 4-ാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് കടന്നു വരികയാണ്. എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, വാഗ്ദത്ത കാലം അടുത്താൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ നിനക്ക് വേണ്ടി ചിലത് ജനിക്കാൻ പോവുകയാണ്. ഇതാ മോശക്കുഞ്ഞ് ജനിക്കുകയാണ്. ഹല്ലേലൂയ. ലേവ്യനിൽ നിന്ന് ഇതാ അനുഗ്രഹിക്കപ്പെട്ട സുന്ദരനായ ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നു. ആ പട്ടണം മുഴുവൻ വിരോധമായി നിൽക്കുമ്പോൾ നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ദൈവം ചിലതിനെ ജനിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയും, നിന്റെ ഡെസ്റ്റിനി തിരിക്കേണ്ടതിന് വേണ്ടി, നിന്റെ വഴിത്തിരിവിന് വേണ്ടി എൻ്റെ ദൈവം ചിലവരെ കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം. ഇതാ നിനക്ക് വേണ്ടി ചിലത് ജനിച്ചെഴുന്നേറ്റ് വരികയാണ്. അസാധാരണമായത് എന്തോ ഇപ്പോൾ നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ 5-ാമത്തെ വിഷയത്തിനകത്തോട്ട് നമ്മൾ വരികയാണ്. 5-ാമത്തെ വിഷയം ഇമ്പോർട്ടൻസ് ആണ്. അറിയാം, വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ദൈവികമായ വിസിറ്റേഷനുകൾ ഉണ്ടാകും. അറിയാം, ദൈവത്തിന്റെ സന്ദർശനം സംഭവിക്കും. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അനന്തരം യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തിൽ നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാ യോസെഫ് തൻ്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ വാഗ്ദത്തം അടുക്കുന്ന സമയത്ത് ചിലവരെ അടുക്കലേക്ക് ദൈവദൂതന്മാർ ഇറങ്ങി വരും. ദൈവിക സന്ദർശനം നടക്കും. ഇതാ യാക്കോബിൻ്റെ പേര് മാറി ഇസ്രായേലാകുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിയാണ് സന്തോഷ വാർത്തകളെ കൊണ്ടുവരുവാനായിട്ട്. വാഗ്ദത്ത കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചില കന്യകമാരുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങുന്നത് പോലെ, നീണ്ട നാളുകളായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വരുന്നത് പോലെ, എലിസബത്ത് പറയുന്നു, ചാർച്ചക്കാരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാലമാണിത്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ, ദൈവദൂതൻ നിന്നെ സന്ദർശിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ വഴി സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളിൽ ദൈവിക വിസിറ്റേഷനുകൾ ഉണ്ടാകാൻ പോകുക, എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോകുക, ജീവിതം മാറുന്നത് പോലെ ചില വിടുതലുകൾ സംഭവിക്കാൻ
പുറപ്പെടുവിക്കാൻ പോവുകയാണ്. എങ്കിൽ ആറാമത്തത്, ഇതാ ദൈവം സമ്പത്തോടുകൂടെ നിന്നെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നിന്റെ കഷ്ടപ്പാടുകൾ മാറി നിന്റെ ജീവിതത്തിനകത്തൊരു പുറപ്പാടിൻ്റെ സമയം വരാൻ പോകുന്നു. ആ കഷ്ടത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ പ്രതികൂലത്തിനകത്തുനിന്ന് എൻ്റെ ദൈവം വിശ്വസ്തനായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിന്നെ ഇത് അടുത്തൊരു തലത്തിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ വിശ്വസിക്കുന്നു, അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം വർദ്ധിച്ചു പെരുകിയെന്നാണ് കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിന്നിലൊരു പെരുക്കം സംഭവിക്കാൻ പോകുന്നു. നിന്നിലൊരു വർധനവ് കാണാൻ പോവുകയാണ്. മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഇതാ നിന്റെ ജീവിതത്തിനകത്തൊരു വലിയ ഉയർച്ചയുടെ പുറപ്പാട് സംഭവിക്കാൻ പോകുന്നു. കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേലേക്കും ഇത് വെളിപ്പെടുത്തണമേ. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞാട്ടെ, ഈ മാസം വാഗ്ദത്തങ്ങൾ തുറക്കുന്ന മാസമാണ്. എന്നോട് ദൈവം പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇയേഴ്സിന് മുന്നെയാണ് എനിക്ക് ഈ ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങിയത്. ഞാൻ UK പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കാനിൽ അവരൊക്കെ എന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ ഡിലേ ചെയ്തു 1 മന്ത്, പിന്നെ ഓരോ ഇതിന്. അത് കഴിഞ്ഞിട്ട് അവർ സ്കാനിങ്ങിന് വിട്ടു, ക്യാൻസറിൻ്റെ ഇതിന്. അപ്പോൾ അവർ അവിടെ സ്കാനൊന്നും ചെയ്തില്ല. അവർ തിരിച്ചെന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പെയിനാണ്. എനിക്ക് പേഷ്യൻസിനെ തിരിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൈ കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും പെയിനാണ്. ഉറങ്ങുമ്പോഴൊക്കെ പെയിനാണ്. ഞാൻ അപ്പുറത്തും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും, ഉറക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പെയിൻ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വന്നു. അപ്പം പാസ്റ്ററിനോട് ഇന്നലെ ഞാൻ പാസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, ഇന്ന് നീ സാക്ഷ്യം പറയും, നിനക്ക് സൗഖ്യം കിട്ടും. ഇപ്പോൾ എനിക്ക് ആ പെയിൻ ഇല്ല. പാസ്റ്റർ എന്നോട് ക്ലിയർലി പറഞ്ഞു, ആ ഒരു വെയിൻ നിൻ്റെ എന്തോ ഇത് തടഞ്ഞു കിടക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ലെഗിലേക്കും ഹാൻഡിലേക്കും ഹെഡിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ആ പെയിൻ ഇല്ല, അവിടുന്ന് ഫുള്ളി പോയി. ദൈവത്തിനോട് 1000 നന്ദിയുണ്ട്. താങ്ക്സ് ടു ഗോഡ് ആൻഡ് പ്രാർത്ഥിച്ച പാസ്റ്ററിനും താങ്ക് യു സോ മച്ച്. ആ കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായത് ചിലത് തുറന്നു വരട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി അനുകൂലമാകട്ടെ. അപ്പാ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്ന ചിലവർ ഇപ്പോൾ എഴുന്നേറ്റ് വരികയാണ്. നീണ്ട നാളുകൾ ജോലിയില്ലാത്ത ചിലവർ ഇപ്പോൾ അത്ഭുത വഴികൾ തുറക്കുകയാണ്. തലമുറയുടെ വിടുതലില്ലാതെ, വിവാഹം നടക്കാതെ, അറിയാം നീണ്ട നാളുകളായി വിദേശത്ത് പോകാൻ കഴിയാതൊക്കെ നിൽക്കുന്നവരുടെ ജീവിതത്തിനകത്തോ വാഗ്ദത്തകാലമായി എന്നുള്ളത് തിരിച്ചറിയുക. ദൈവം പറഞ്ഞത് നടക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ചിലവരെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി ചിലവരെ ജനിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. തമ്പുരാനെ, ഞാൻ ഈ ജനത്തിന് വേണ്ടി വ്യക്തതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വലിയ വിടുതലിൻ്റെ സമയമാകയാൽ, അത്ഭുതത്തിൻ്റെ സമയമാകയാൽ യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ നിങ്ങൾ വിളിക്കുവാൻ തയ്യാറാകുക. അതേപോലെ 811 എന്നുള്ളത് പ്രാർത്ഥന ലൈനാണ്, പ്രയർ ലൈനാണ്. നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ തന്നെ പ്രതികരിക്കുന്നതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ ഹല്ലേലൂയ, കർത്താവിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിച്ച സൂം ഐഡിക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും കുണ്ട്രയിലും തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങളും അറിയാം, ഇപ്പോൾ തന്നെ ഒരുക്കത്തോടെ കടന്നു വരണമേ. കർത്താവ് ഒരു വലിയ സാധ്യത, വലിയ വിടുതൽ നിങ്ങളുടെ മേലിൽ അയക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കുന്നതിനായി നന്ദി. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.